നമസ്കാരം. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ റബ്ബർത്തോട്ടത്തിൽ കാട്ടുകൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് പ്രദേശവാസിയായ ഷാജന്റെ വീടിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിൽ കാലുകൾ മടക്കി മുഖം നിലത്തു കുത്തിയ നിലയിൽ കുട്ടിക്കൊമ്പന്റെ ജഡം കണ്ടെത്തിയത്. ഏകദേശം 5 വയസ്സ് പ്രായം തോന്നിക്കും. കൊമ്പൻ വൈദ്യുതാഘാതമേറ്റതിനെ തുടർന്ന് ചെരിയുകയായിരുന്നെന്നാണ് സൂചന. വൈദ്യുതാഘാതമേറ്റതിൻ്റെ ലക്ഷണങ്ങൾ ആനയുടെ ശരീരത്തിൽ ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം കൃത്യമായി അറിയാൻ കഴിയും എന്നുമാണ് വനംവകുപ്പ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. മാസങ്ങൾക്ക് മുമ്പ് പുല്ലരിയാൻ പോയ പ്രദേശവാസിയായ ഇന്ദിര രാമകൃഷ്ണൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഇവിടെ വനംവകുപ്പിനെതിരെ ജനരോഷം ശക്തമായിരുന്നു. സംഭവത്തെ തുടർന്ന് ആനശല്യം നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇത് ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇതിനിടെയാണ് ഇവിടെ കുട്ടിക്കൊമ്പൻ്റെ ജഡം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് നാട്ടുകാരുടെ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി മേഖല ആനശല്യത്തിൻ്റെ പിടിയിലാണ്. പരിഹരിക്കാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. M4 മലയാളം, ഇടുക്കി.